SSLC പരീക്ഷാ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ സ്കൂളുകളിൽ വലിയ വിജയാഹ്ലാദ പ്രകടനങ്ങളാണ് കാണാൻ കഴിയുന്നത്. വലിയ ആഘോഷമാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളിലും നടക്കുകയും ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പട്ടം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ പ്രിൻസിപ്പൽ ഫാദർ നെൽസന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് മധുര വിതരണം നടക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടിയാണ് സെക്രട്ടേറിയറ്റിലെ PR ചേംബറിൽ നടന്നത്. 99.7% വിജയ ശതമാനം. കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇത്തവണ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കൂടി കുറവുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കുട്ടികളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ്, ഒരു ആഹ്ലാദത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു മൂഡിലാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്ക് പ്രിൻസിപ്പളിനോട് തന്നെ നേരിട്ട് ചോദിക്കാം, എങ്ങനെയുണ്ട് ഇവിടുത്തെ വിജയ ശതമാനം, കുട്ടികളുടെയൊക്കെ ഒരു സന്തോഷം എങ്ങനെയാണ്? ഞങ്ങളേറെ സന്തുഷ്ടരാണ്. കാരണം കേരളത്തിലെ ആകമാനം നോക്കുമ്പോൾ മൊത്തത്തിലെ വിജയ ശതമാനം കുറവാണ്. ആ സ്ഥലത്ത് നമുക്ക് വളരെ നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 98.86%. 1224 കുട്ടികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയത്. അതിൽ 60 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്ക് A+ കരസ്ഥമാക്കിയുണ്ടായി. തീർച്ചയായിട്ടും അതൊരു കുറഞ്ഞ നമ്പറല്ല. കാരണം കഴിഞ്ഞ വർഷം 69,000-ഓളം കുട്ടികൾ കേരളത്തിലുടനീളം ഫുൾ A+ കരസ്ഥമാക്കിയപ്പോൾ ഈ വർഷം അത് പകുതിയിൽ താഴെ 30,000 കുട്ടികൾ മാത്രമാണ് നേടിയത്. ആ സ്ഥലത്ത് നമ്മുടെ കുട്ടികളെ 60ഓളം കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്ക് A+ കരസ്ഥമാക്കി എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ നമ്പരല്ല. അതോടൊപ്പം തന്നെ 40ഓളം കുട്ടികൾ 9 വിഷയങ്ങൾക്ക് A+ കരസ്ഥമാക്കിയിട്ടുണ്ട്. അവർ കുറേ പേർ റീവാലുവേഷനിലൂടെ തീർച്ചയായിട്ടും അത് A+ ആയി മാറും എന്നുള്ളതിൽ സംശയമില്ല. അവരെല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇപ്രാവശ്യം വളരെ സ്ട്രിക്റ്റായിട്ടുള്ള വാല്യുവേഷനും വളരെ കൃത്യമായിട്ടുള്ള പുതിയ നമ്മുടെ പാഠ്യപദ്ധതി അനുസരിച്ച് പുസ്തകം മാറി വന്നതനുസരിച്ചുള്ള പുതിയ ക്വസ്റ്റ്യൻ ശൈലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനനുസരിച്ചുള്ള ഒരു പഠന രീതികളും തീർച്ചയായിട്ടും പരീക്ഷ അപ്രകാരമായിരുന്നു, വാല്യുവേഷൻ അപ്രകാരമായിരുന്നു. അതിൻ്റെയൊക്കെ തരത്തിലുള്ള മൊത്തത്തിലുള്ള റിസൾട്ടാണ് വന്നിട്ടുള്ളത്. എങ്കിൽ നമുക്ക് ഒരു തരത്തിലും നമുക്ക് വളരെ നല്ലൊരു റിസൾട്ട് തന്നെ ലഭിച്ചു. ഒരു തരത്തിൽ നമുക്ക് വിഷമിക്കാൻ പറ്റുന്നതല്ല, സന്തോഷിക്കാൻ സാധിക്കുന്ന നല്ലൊരു റിസൾട്ട് തന്നെ ലഭിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ കാണുന്നു. എത്ര A+ ഉണ്ട്? ഫുൾ A+. ഗംഭീരമായി, കലക്കിയല്ലേ? ഏതായിരുന്നു ടഫായിട്ട് തോന്നിയ സബ്ജക്റ്റ്? ഏതായിരുന്നു ടഫായിട്ട്? SS ടഫായിട്ട് തോന്നി. A+ കിട്ടി. ഇപ്പോൾ +1 ഏത് ബാച്ച് എടുത്ത് പഠിക്കാനാണ് താല്പര്യം? ബയോമാക്സിലൂടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഫ്യൂച്ചർ പ്ലാൻ MBBS ഉണ്ട്, പിന്നെ IAS ഓഫീസർ ആവണമെന്നുണ്ട്. എന്തായാലും ആ സ്വപ്നം പൂവണിയട്ടെ എന്നുള്ളത് തന്നെയാണ്. വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നമുക്കിപ്പോഴും ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയും കാണാൻ കഴിയുന്നുണ്ട്. ഫുൾ A+ നേടിയ മറ്റൊരു കുട്ടിയെ കൂടി നമുക്ക് പരിചയപ്പെടുത്താം. എന്താണ് പേര്? നിവേദിത. ഫുൾ A+ കിട്ടി. പ്രതീക്ഷിച്ചിരുന്നോ? ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് A ആയി പോകുമെന്ന് കരുതിയിരുന്നു? സോഷ്യൽ സയൻസ് +1 ഈ സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടണം എന്നുള്ള ആഗ്രഹമാണോ? ഏത് സബ്ജക്റ്റാണ് താല്പര്യം? കൊമേഴ്സ്. ഈ കൊമേഴ്സിലേക്ക് വരാൻ അത് പഠിക്കണമെന്ന് തോന്നാനുണ്ടായ കാരണം? എക്കണോമിക്സ് കുറച്ച് ഇഷ്ടം. ബാങ്കിങ് മേഖലയോടാണോ CA-യോടാണോ താല്പര്യം? അങ്ങനെ ഭാവിയുടെ വാഗ്ദാനങ്ങളാകേണ്ട കുട്ടികളാണ് ഇവർ. ഇവരുടെ ജീവിതത്തിലെ ആദ്യ കടമ്പ കടന്നുകൂടിയിരിക്കുന്നു. അതിൽ കുട്ടികൾക്കൊക്കെ തന്നെയും വലിയ A+ന്റെ മധുരം കൂടി ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാവുന്നതുപോലെ തന്നെ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാ കൊല്ലവും SSLC പരീക്ഷ എഴുതാൻ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ഒരു സ്കൂൾ കൂടിയാണ്. അത്തരത്തിൽ വിജയാഹ്ലാദത്തിലും ആഘോഷത്തിലും അവർ ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ കാഴ്ചകളൊക്കെ തന്നെയും. പട്ടം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സായി സൂര്യയ്ക്കൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.